RV ബാബു ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ RV ബാബു, അങ്ങ് ഈ വാർത്ത ശ്രദ്ധിച്ചെന്ന് ഞാൻ കരുതുന്നു. നേരത്തെ മുതൽ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന് 2009 മുതൽ തന്നെ സന്നിധാനത്ത് അവരുടെ ഒരു സാന്നിധ്യമുണ്ട്. ശബരിമലയിലെ ഉപക്ഷേത്രങ്ങളിലെ കലശം, സ്വർണം പൂശുന്ന അടക്കമുള്ള ജോലികൾ അവർ ചെയ്തിട്ടായി അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. അതായത് 98-ൽ വിജയ് മല്യ ശബരിമലയിൽ സ്വർണം പൂശുന്ന ആ പ്രവർത്തികൾ നടക്കുമ്പോൾ സ്വർണം പൂശിയിട്ടുള്ള അല്ലെങ്കിൽ പൊതിഞ്ഞിട്ടുള്ള അതേ കലശങ്ങൾ വീണ്ടും സ്വർണം പൂശിയത് സ്മാർട്ട് ക്രിയേഷൻസ് എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്ന് യഥാർത്ഥ കലശങ്ങൾ മാറിയോ, അതിൽ നിന്നുണ്ടായിരുന്ന സ്വർണത്തെ തിരിച്ചെടുക്കുകയാണോ ചെയ്ത് അങ്ങനെ പല സംശയങ്ങളും വരികയാണ് ഇപ്പോൾ. അങ്ങേറ്റം ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോ മാതൃഭൂമി ന്യൂസ് പറയുന്നത്. ഈ കൊള്ള ഇന്നലെ തുടങ്ങിയതല്ല, 2019-ലാണ് ഇത് സംഭവിച്ചതെന്നൊക്കെയാണ് നമ്മൾ ധരിച്ചത്. 2019-ന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ ധരിച്ചിരുന്നു. പക്ഷേ അതല്ല സ്ഥിതി. അതിനു മുൻപേ തന്നെ ഈ കൊള്ള അവിടെ ആരംഭിച്ചു എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോ ഈ വാർത്ത നമ്മളെ അറിയിക്കുന്നത്. ഇത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഈ പറയുന്ന കലശം അത് സ്വർണം പൂശിയിരുന്നു UB ഗ്രൂപ്പ്. ആ സ്വർണം പൂശിയ കലശം അവര് സ്മാർട്ട് ക്രിയേഷൻസ് കൊണ്ടുപോയിരുന്നു. അത് അതേ സ്ഥാനം തന്നെയാണോ തിരിച്ചു വന്നിട്ടുള്ളത്? അത് സ്വർണം തന്നെയാണോ ഇപ്പോഴും? ഇതൊന്നും നമ്മുടെ അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല. ഇപ്പോഴത്തെ നിലവിലെ അന്വേഷണ പരിധിയിൽ അത് വന്നിട്ടില്ല. ദാറ്റ് മീൻസ് അതുകൂടി ആണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇനി കടൽ ചാടി ചാവണോ? എനിക്കറിയില്ല. അവരെന്ത് ചെയ്യണം? ആരെ വിശ്വസിച്ച് ആരെ ആണോ ഈ ക്ഷേത്രങ്ങളടക്കം ഏൽപ്പിച്ചത്, അവര് ഈ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാൻ കൂട്ടുനിന്നു എന്ന ഏറ്റവും പൈശാചികമായ നീചമായ ഒരു കാര്യം നടന്നു എന്ന് പറയുമ്പോൾ വിശ്വാസികൾ എന്ത് ചെയ്യണം? ഇനി ആരിലാണ് അവര് ഈ ഒരു പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? അവർ ആ കൂട്ടാത്മഹത്യ ചെയ്യണോ? എന്താ വേണ്ടത്? ഇനി എന്താണ് ഒരു പരിഹാരം ഈ കാര്യത്തിൽ? ആർക്കാണ് ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ കഴിയുക, രക്ഷിക്കാൻ കഴിയുക? ഇത് സർക്കാരിന്റെയും സർക്കാർ ഏർപ്പെടുത്തിയ സംവിധാനവും ഒക്കെ ചേർന്ന് കൊള്ള നടത്തി എന്ന് പറഞ്ഞാൽ അതാണ് ശ്രീ എന്നത് എല്ലാവരും കരുതുന്നത്. ക്ഷേത്രങ്ങളെ സംരക്ഷിക്കും, അതിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ അതിന്റെ സ്വത്തുവകകൾ കൂടി സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഇപ്പോൾ അങ്ങനെ പറഞ്ഞാൽ 2019 എന്നാണ് നമ്മൾ കരുതിയത്. 2009 മുതൽ അവരുടെ സാന്നിധ്യമുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വാർത്തകൾ അവർ തന്നെ പങ്കുവെച്ച സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെയൊരു സംശയം ഉണ്ടാകുന്നതും അതിന്റെ വിവരങ്ങൾ തേടുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ കാലയളവിനുള്ളിൽ ഏകദേശം 1.5 പതിറ്റാണ്ടിലേറെ ആയിട്ടുള്ള ബന്ധമാണ്. ആ സമയത്ത് അത്രയും കാലം ഈ ക്ഷേത്രവുമായി ഈ സ്മാർട്ട് ക്രിയേഷൻസിന് ബന്ധമുണ്ടെങ്കിൽ എന്തൊക്കെ ഇടപാടുകൾ ഒരുപക്ഷെ അവിടെ നടന്നിട്ടുണ്ടാകുമെന്ന സംശയമാണ്. അതിൽ ആരൊക്കെ ഇനിയും ആ ഒരു പങ്കാളികളുടെ ലിസ്റ്റ് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് സംശയം. അതെ, ഈ ദേവസ്വം ബോർഡുകൾ ഉള്ള സങ്കേതങ്ങളായിട്ട് ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 1950-ൽ ദേവസ്വം ബോർഡ് രൂപീകരിക്കപ്പെട്ടത്. വളരെ വിശ്വാസത്തോടു കൂടിയിട്ടാണ് അന്ന് തിരുവിതാംകൂർ കൊച്ചി രാജാക്കന്മാര് ഈ ക്ഷേത്രങ്ങൾ സർക്കാരിനെ ഏൽപ്പിച്ചത്. കേന്ദ്ര ഗവൺമെന്റുമായിട്ടുള്ള ഒരു കവനന്റിൽ ഒപ്പിട്ട് ഒരു ദേവസ്വം ബോർഡ് രൂപീകരിച്ചത്. ഈ ക്ഷേത്രങ്ങൾ തങ്ങൾ സൂക്ഷിച്ച പോലെ തന്നെ ഇവര് സൂക്ഷിക്കുമെന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്തായില്ലേ? ക്ഷേത്രങ്ങളുടെ ഈ വാർത്ത, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നതിന് ശേഷം ക്ഷേത്രങ്ങളുടെ ഭൂമി അന്യാധീനപ്പെട്ടതിനെ കുറിച്ച്, ഓരോ ക്ഷേത്രങ്ങളിലും നഷ്ടപ്പെട്ട സ്വത്ത് വിവരങ്ങളെ കുറിച്ചൊക്കെ അറിയുമ്പോൾ ഹൈന്ദവ സമൂഹത്തിന്റെ മനസ്സിനെ കീറിമുറിക്കുന്ന വാർത്തകളാണ് ദിവസേന വന്നുകൊണ്ടിരിക്കുന്നത്. അപമാന ഭാരം കൊണ്ട് ഞങ്ങളുടെയൊക്കെ തല കുനിയാണ്. സ്വന്തം ക്ഷേത്രങ്ങൾക്ക് ഈ ഗതി വരുമ്പോൾ ഒന്നും ചെയ്യാനാവാതെ നിൽക്കുന്ന ആ ഒരു നിസ്സഹായാവസ്ഥയിൽ ഹൈന്ദവ സമൂഹത്തിന്റെ ശാപം ഏറ്റുവാങ്ങി 7 ജന്മം ഗതി പിടിക്കാതെ പോകുന്ന സ്ഥിതിവിശേഷത്തിലേക്കാണ് ഈ ഭരണകൂടങ്ങൾ പോകുന്നത്. ഇവരുടെയൊക്കെ ശാപം ഏറ്റുവാങ്ങും, യാതൊരു സംശയമില്ല. ഈ വിശ്വാസികൾ അറിഞ്ഞ് ശപിച്ചാൽ ഇവർക്കൊന്നും 7 ജന്മം പാപം മോചനം കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അത്രമാത്രം വേദനയോടെ, ഹൃദയ വേദനയോടെയാണ് ഞങ്ങളെ പോലുള്ള ആളുകൾ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്.